പ്രാർത്ഥിച്ചു എന്നതാണ് നമ്മൾ വായിച്ച ഈ വേദഭാഗം. ലൂക്കോസ് വിശേഷം 19-ാം അധ്യായത്തിൽ അവിടെ കാണാൻ സാധിക്കും, ഒരു സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വളർച്ചയിൽ കുറുകിയവനാ. മാത്രമല്ല സമൂഹത്തിൽ വളരെയധികം പരിഹസിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം ഒരു പദവിയിലിരിക്കുക, കാരണം ചുങ്കം പിരിക്കുക, അത് മറ്റുള്ളവരിൽ നിന്ന് കരം പിരിക്കുന്ന ഒരു പരിപാടി, ഒരു ജോലി ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അടുക്കൽ വരുമ്പോൾ എല്ലാവർക്കും ഭയമാണ്, പേടിയാണ്, അറപ്പാണ്. എല്ലാവരും ഇദ്ദേഹത്തെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ, അതായത് ആരോടും കണ്ണിൽ ചോരയില്ലാതെ പൈസ പിടിച്ചു വാങ്ങുന്നതിൽ ഒരു മടിയുമില്ലാത്തൊരു മനുഷ്യൻ, എങ്ങനെയോ എപ്രകാരമോ അത് യേശു എന്ന പുരുഷനെ കുറിച്ച് അദ്ദേഹം കേൾക്കുകയുണ്ടായി. അത് കേട്ടതെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളായതുകൊണ്ട് യേശു എങ്ങനെയാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ, ഒന്നറിയുവാൻ അദ്ദേഹത്തിന് വെമ്പലുണ്ടായി. അദ്ദേഹം ഓടി വരികയാ. പക്ഷെ ഓടി വരുന്ന സമയത്ത് അത് ചുറ്റും നിൽക്കുന്ന ആളുകൾ കൂടി നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് പൊക്കമില്ലാത്തത് കൊണ്ടും അത് ഈ ജനത്തിന്റെ നടുവിൽ നിന്ന് ഈ യേശു കർത്താവിനെ കാണുവാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് ഓടി. അദ്ദേഹം ഓടിപ്പോകുന്ന വഴിയിൽ ഒരു കാട്ടത്തി കണ്ടു, അതിന്റെ മീതെ വലിഞ്ഞു കയറി. ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ഏക താല്പര്യം യേശു എങ്ങനെയുള്ളവനെന്നറിയാൻ. ഇന്ന് എന്നെ കേൾക്കുന്ന ദേശത്തിലെ നിവാസികളെ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ഒരു വാഞ്ചയുണ്ട് എന്ന് എനിക്ക് ഇന്ന് രാത്രികാലം മനസ്സിലാകുന്നു. കാരണം ഇങ്ങനെ ഒരു ക്രമീകരണത്തിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച്, ബോക്സൊക്കെ വെച്ച് ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ യേശുവിന് ഇത്രമാത്രം പ്രത്യേകതയുണ്ട്, ഈ യേശുവിനെ ഇത്രമാത്രം ഉയർത്തുവാൻ യേശു ആരാണ് എന്നൊരു വാഞ്ച നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഈ വചനം. ഇതേ ഈ മനുഷ്യൻ കാട്ടത്തിയുടെ മീതെ വലിഞ്ഞു കയറി. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുക, മടങ്ങുക. ഇതിനപ്പുറം അദ്ദേഹത്തിന് യാതൊരു പ്രതീക്ഷയുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്കപ്പുറമായി യേശു ക്രിസ്തു ആ കാട്ടത്തിയുടെ അത് മുന്നിൽ വന്ന് താഴെ വന്ന് മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയെ നീ വേഗം ഇറങ്ങുക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കാണാൻ ആഗ്രഹിച്ചവന്റെ കൂടെ പാർക്കാൻ ആഗ്രഹിച്ച കർത്താവ്, ജസ്റ്റ് ഒന്ന് കണ്ടാൽ, അത് ഒന്ന് അറിഞ്ഞാൽ മതിയെന്ന് അത് അങ്ങനെ മാത്രം ആഗ്രഹിച്ച സക്കായിയുടെ വീട്ടിൽ, അതേ സക്കായിയോടൊപ്പം പാർക്കുവാൻ ആഗ്രഹിച്ച ഒരു തമ്പുരാനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇന്ന് രാത്രികാലം ഒരു കാലത്തെ മദ്യപാനിയായ പിതാവിന്റെ ലക്കകെട്ട ജീവിതം നിമിത്തം സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ജീവിതം നശിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അത് ഒരു ദിവസം സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയില്ല. കഴിക്കുവാൻ എടുത്തു വയ്ക്കുന്ന ആഹാരം അത് വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് എന്റെ പിതാവ് മധുമദ്ധനായി നൃത്തമാടുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെളുക്കെ എന്റെ മാതാവിനെ കുതിരെ തള്ളിയിട്ട് അത് ഞങ്ങൾ അപ്പുറത്തെ പണയിലും വാഴയുടെ ചുവട്ടിലും കിടന്നുറങ്ങിയ രാത്രികൾ അനേകമുണ്ട്. അതെ, ആ രാത്രികളിൽ ഞങ്ങൾ അറിഞ്ഞൊരു സത്യമുണ്ട്, യേശു ക്രിസ്തു എന്ന സത്യം. ഇതാ ഒരു മനുഷ്യൻ കാണുവാൻ ആഗ്രഹിച്ചു, ജസ്റ്റ് ഒന്ന് അറിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യേശു പറയുക, ഞാൻ നിന്റെ കൂടെ പാർക്കാൻ പോകുക. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തില്, യേശു എങ്ങനെയുള്ളവരെന്ന് അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു അങ്ങനെയല്ല നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അത് നിങ്ങളെ കണ്ടൊരു നല്ലൊരു പിതാവ് യേശു ക്രിസ്തു, ആ കർത്താവ് നിങ്ങളോട് കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി, നിങ്ങളുടെ ഭാരങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം തരുക എന്റെ യേശു മതിയായ ദൈവം. നോക്കണമേ, വളരെ സന്തോഷവാനായി ഇദ്ദേഹം താഴേക്ക് ഇറങ്ങി വരികയാ. കേറിപ്പോയത് പോലെയല്ല തന്റെ വരവ്, അത് താൻ പ്രതീക്ഷിച്ചതുപോലെയല്ല, അതിനപ്പുറം സന്തോഷവാനായി താൻ തിരിച്ചിറങ്ങി വരിക. യേശുവിന്റെ കൂടെ അടുക്കൽ വരുമ്പോൾ, യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടനവധി സന്തോഷം. കാരണം ജീവിതത്തിൽ കോടിക്കണക്കിന് അതേ സമ്പത്തുണ്ടായിട്ട് കിട്ടാത്ത സന്തോഷമാ ഇപ്പോൾ അദ്ദേഹത്തിന് യേശുവിന്റെ കൂടെ നിൽക്കുമ്പോൾ. എനിക്കറിയാം, 1.5 ലക്ഷം രൂപയുടെ മെത്തയും 2.5 ലക്ഷം രൂപയുടെ കട്ടിലും വാങ്ങിച്ചിട്ട് അതെ തറയെ കിടന്നുറങ്ങുന്ന അനേക വ്യക്തികളെ എനിക്കറിയാം. അത് ഗുളികയുടെ സഹായമില്ലാതെ ഒന്ന് കണ്ണടയ്ക്കാൻ കഴിയാത്ത അനേക വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതേ സക്കായും അതുപോലെയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. അതെ, ഒരുപാട് പണമുണ്ടെങ്കിലും ഒത്തിരി സമ്പത്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് സമാധാനമില്ലായിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ, യേശു തന്നെ വിളിച്ചപ്പോൾ, യേശു തന്റെ കൂടെ പാർക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ, യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ തനിക്ക് ലഭിച്ചതെന്നറിയാമോ? ലോകത്തിന് തരുവാനോ എടുത്തു കളയാനും കഴിയാത്ത വലിയ ദിവ്യമായ ഒരു സമാധാനം തന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു.
നമ്മൾ നേരത്തെ കേട്ടു, അതെ, ക്രൂരനായ ഒരു മനുഷ്യൻ, അത് മദ്യപിച്ച് ചീത്ത വിളിച്ചും അതെ മക്കൾക്ക് സമാധാനം കൊടുക്കാത്ത ഒരു മനുഷ്യൻ ഇന്ന് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് കേട്ടു. എങ്ങനെയാ സംഭവിച്ചത്? യേശു ക്രിസ്തു തന്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട്. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് സമാധാനമില്ലയോ, അത് സന്തോഷമില്ലയോ, അത് ജീവിതത്തിൽ പണമുണ്ട്, അത് പദവിയുണ്ട്, അത് ബന്ധങ്ങളുണ്ട്, പക്ഷേ ഒരു രാത്രി പോലും സമാധാനമില്ലാതെ കിടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്റെ യേശുവിനെ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ദൈവമെന്ന് വിശ്വസിക്കുകയോ അതരം കൊണ്ട് വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനോ അത് രക്ഷ സൗജന്യമാണ്. നിങ്ങൾക്കൊരു ശൂലം കുത്താൻ പറയില്ല, നിങ്ങളോട് അത് കുന്നുകൾ കയറാൻ പറയുന്നില്ല, നിങ്ങളോട് അത് തറയിലോട് ഉരുളാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഒരു വിലയും കൊടുക്കണ്ട. യേശുവിനെ ഹൃദയംഗമായി ദൈവമെന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. അതേ സക്കായി അത് അംഗീകരിച്ചു. ആ നിമിഷം മുതൽ അദ്ദേഹം സന്തോഷവനായി. അതിന്റെ പ്രതിഫലമായിട്ട് അദ്ദേഹം പറയുന്നത്, ഇനി സമ്പത്തെന്തിനാ, ഞാൻ പകുതി വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാം, എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാം. എന്നെ ഇതൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത് ഇപ്പോൾ എന്റെ യേശു ക്രിസ്തുവാ. എത്രമാത്രം സന്തോഷമെന്നറിയാമോ സക്കായിക്ക്? ഇപ്പൊ അദ്ദേഹത്തിന് പണമല്ല വിഷയം, ബന്ധങ്ങളല്ല വിഷയം, റോമാ സാമ്രാജ്യത്തിന്റെ പദവിയല്ല വിഷയം. യേശു കർത്താവിന്റെ സന്തോഷം, ക്രിസ്തുവിലുള്ള സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നും ഈ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം വലിയ സന്തോഷവും പ്രത്യാശയുമുണ്ട്. ഇന്ന് ഞാൻ ജീവിക്കുന്നത് വളരെ സന്തോഷവാനായിട്ടാണ്. എന്റെ മക്കൾ എന്നെ കാത്തിരിക്കും. എന്റെ അപ്പൻ വരരുത്, വീട്ടിൽ വരരുത്, സന്ധ്യ ആകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം സന്ധ്യയായ നരകമായി പോകുന്ന ജീവിതം. പക്ഷെ എന്റെ മക്കൾ ഇന്ന് എന്നെ കാത്തിരിക്കുന്ന കാരണം അവർ വളരെ സന്തോഷമാണ്. കാരണം അപ്പനിൽ ക്രിസ്തുവുണ്ട്, ആ ക്രിസ്തു മക്കളിലുണ്ട്. കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ കാണാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ ശബ്ദത്തിന് മുമ്പാകെ നിങ്ങളുടെ ചെവിയൊന്ന് കൊടുക്കുകയും ഹൃദയംഗമായി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാനും തയ്യാറാണോ? ഈ ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കുന്ന ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ലെവലൊന്ന് മാറും. ഇന്നതുവരെ ലഭിക്കാത്തൊരു വലിയൊരു സമാധാനം, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് ശാരീരികമായോ സാമ്പത്തികമായോ അത് മറ്റു ചില വിഷയങ്ങളിലാണോ നിങ്ങൾ പ്രയാസത്തോടെ ആയിരിക്കുന്നത്, ഏത് വിഷയത്തിനും ഏക ഉത്തരം യേശു ക്രിസ്തു മാത്രം. ആ കർത്താവിനെ വിശ്വസിക്കുക, കുടുംബം സന്തോഷമായി ജീവിക്കട്ടെ, അത് ദേശത്തിൽ നല്ലൊരു സാക്ഷ്യമായി ജീവിക്കട്ടെ. അങ്ങനെ അനുഭവം ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വചന സന്ദേശത്തിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.